2 മാസമായിട്ടുണ്ട്. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇരട്ട കുട്ടികളാ. എന്റെ പഠിച്ചോനെ, എനിക്ക് വയ്യ. ഇനി എങ്ങനെ ഈ കുട്ടികളെ രണ്ടാളും ഞാൻ നോക്കാം? വീട്ടിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല. കുട്ടികളെ നോക്കാനൊക്കെ ഒരാൾ വേണ്ട. എന്നെ കൊണ്ട് ഒറ്റക്ക് കഴിയും ഇതൊക്കെ കൂടി. ഇങ്ങനല്ല പറയുക. കുട്ടികളില്ലാത്ത എത്ര ആൾക്കാരെ കണ്ണുനീര് കാണുന്നവരാണെന്നറിയോ ഞങ്ങൾ. 2 മക്കൾ അവർ വളരട്ടെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല ഭക്ഷണം കഴിക്കുക, ഹാപ്പി ആയിരിക്കുക, പ്രോപ്പറായിട്ട് ചെക്കപ്പ് നടത്തുക, ഡെയിലി ഒരു 8 മണിക്കൂർ ഉറങ്ങുക, നന്ദിയുള്ളവരായിരിക്കുക, നന്ദി കാണിക്കുക. ഓക്കെ, നന്ദി പറ. അൽഹംദുലില്ലാ. വേറെ ഒന്നും പറയരുത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 മാസമായിട്ടുണ്ട്. ആദ്യത്തെ അല്ലേ, നല്ല ശ്രദ്ധിച്ചോളൂ. പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. പ്രസവത്തിന് മേഡം ഉണ്ടാവില്ലേ? പ്രസവ 8 മാസം കഴിഞ്ഞിട്ടുള്ള അതല്ലേ ഞാൻ ഉണ്ടാവേണ്ടതാണ്. ഇനി എനിക്ക് എന്താ സംഭവിച്ചാൽ ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പം നമ്മൾ അതല്ല ആലോചിക്കുക. നീ നിൻ്റെ കാര്യം ആലോചിക്കുക. ആരോഗ്യത്തോടെ ഈ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ചെയ്യുക. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ല കേട്ടോ. 8 ആഴ്ച ആയിട്ടുണ്ട്, മിടിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനി 3-ാം മാസത്തെ സ്കാനിങ്ങിന് വന്നാൽ മതി. മാഡം, എൻ്റെ 3-ാമത്തെ കുട്ടി അബോഷനായി പോയതായിരുന്നു. അപ്പോൾ ഇതും അബോഷനായി പോകുന്നൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. ഇത് ഇപ്പം കുഴപ്പമൊന്നുമില്ല. 8 ആഴ്ചയായി മിടിപ്പൊക്കെ ഉണ്ട്. വേറെ ബ്ലീഡിങ്, ഉള്ളിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. അപ്പോൾ 2 മക്കള് നല്ല ആരോഗ്യത്തോടെ ദൈവം തന്നിട്ടില്ലേ? അപ്പോൾ ഇത് 3-ാമത്തത് ഒന്ന് എന്തോ ചെറിയ തകരാറ് കൊണ്ട് അത് അലസിപ്പോയതായിരിക്കും. ഇപ്പം 4-ാമത്തത് നല്ല നിലക്കുണ്ട് ഗർഭം. നമ്മളെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ പഠിക്കുക. കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 മാസമായി. മാഡം, എന്റെ ഫസ്റ്റത്തെ ഓപ്പറേഷൻ ആയിരുന്നു. അറിയാം. ഇതെങ്കിലും ഒന്ന് സുഖപ്രസവാക്കാൻ കഴിയോ? നോക്കാം നമുക്ക്. 8 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. പ്രസവമായാലും ഓപ്പറേഷൻ ആയാലും നമുക്ക് ആരോഗ്യത്തോടെയുള്ള കുട്ടീനെ അമ്മേനല്ലേ വേണ്ടത്. നോക്കാം, ലാസ്റ്റ് വരെ നമുക്ക് നോക്കാം. ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ സുഖപ്രസവമായെന്നിരിക്കും. പക്ഷെ അങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. എല്ലാം നല്ലത് വരട്ടെ എന്ന് കരുതിയാൽ മതി കേട്ടോ. 4-ാമത്തെ അല്ലേ? 3 കുട്ടികളുണ്ട്. അറിയാം. ഇത് ഞങ്ങൾ പ്ലാനിലൊന്നല്ലേന്നു. എന്തെങ്കിലും ചെയ്ത് തന്നാല്. എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നോ? വേണ്ടാന്ന് വിചാരിച്ചിട്ട്? ഇല്ല, ഒന്നും ഉപയോഗിച്ചില്ല. അപ്പം എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ഫെയിലായതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു മാർഗം ഉപയോഗിച്ചില്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. ഹസ്ബൻഡ് നാട്ടിലുള്ള ആളുമാണ്. അപ്പോൾ ഇത് നിങ്ങളെ ശ്രദ്ധ കുറവുകൊണ്ട് ഉണ്ടായതല്ലേ. പ്രശ്നമാക്കണ്ട. ഇതും കൂടെ ആയി പ്രസവിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. അതാണ് നല്ലത്.